ബീഹാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത്. തേജസ്വി യാദവ്, സാമ്രാട്ട് ചൌധരി തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ജനക്ഷേമ പദ്ധതികൾ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ജൻസ്വരാജ് പാർട്ടി പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. അതേസമയം രാഹുൽ ഗാന്ധിയുടെ എച്ച് ഫയൽ സ്വാധീനിക്കുമെന്നാണ് മഹാസഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. അതിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ ഏതായാലും ശക്തമായ പ്രചരണത്തിനും വാക്പോരിനും ഒടുവിൽ ഇപ്പോൾ എല്ലാ മുന്നണികളും വോട്ടെടുപ്പിന്റെ തയ്യാറെടുപ്പിലേക്കാണ്. സുരക്ഷാ മുൻകരുതലുകളൊക്കെ എത്തരത്തിലാണ്? പോളിംഗ് ബൂത്തുകളൊക്കെ സജ്ജമായി കഴിഞ്ഞോ? അതിൽ ഞാനിപ്പോൾ പട്നയിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്റെ പിൻവശത്ത് പോളിംഗ് ബൂത്ത് സജ്ജമാണ്. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ സാധാരണഗതിയിൽ 6:30 ആളുകൾ ക്യൂ ആയി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിൽ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ ആളുകളൊന്നും, വോട്ടേഴ്സൊന്നും എത്തിയിട്ടില്ല. വോട്ടർമാരൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ഉദ്യോഗസ്ഥരടക്കം സജ്ജമാണ്. മറ്റു കാര്യങ്ങളും മറ്റു ഉപകരണങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3.25 കോടി ജനങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ബീഹാറിൽ 121 മണ്ഡലങ്ങളിൽ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ്, ബിജെപിയുടെ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരി, ഒപ്പം വിജയ് കുമാർ സിൻഹ, നാടോടി ഗായിക മൈഥിലി ഠാക്കൂർ തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. കഴിഞ്ഞ തവണ 121 മണ്ഡലങ്ങളിൽ 61 മഹാസഖ്യമാണ് വിജയിച്ചിരുന്നത്. പറഞ്ഞതുപോലെ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തങ്ങൾ നൽകിയ ക്ഷേമ പദ്ധതികൾ വോട്ടായി മാറും എന്നുള്ളതാണ് NDAയുടെ ഒരു വികാരവും ആത്മവിശ്വാസവും. പക്ഷേ സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കാത്തതിലുള്ള അമർഷം, ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് മഹാസഖ്യവും കരുതുന്നു. തേജസ്വി യാദവിന് വ്യക്തിപ്രഭാവമുണ്ട്. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് മഹാസഖ്യം കരുതുന്നത്. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി വരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പട്നയിലെ ഒരു പോളിംഗ് സ്റ്റേഷനാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന്റെ ഒരു വശത്ത് നമുക്കൊരു ബോർഡിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് അകത്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്, എന്തൊക്കെയാണ് പുറത്തു വെക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാരുണ്ട്. BSFന്റെയും CRPFന്റെയും ബീഹാർ പോലീസിന്റെയും പ്രത്യേക സുരക്ഷാ സംഘമാണ് ഓരോ ഇടത്തും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ 7 മണിക്ക് തന്നെ പോളിംഗ് തുടങ്ങും. നമ്മുടെ നാട്ടിലേതുപോലെ ആയിരിക്കില്ല എന്നുള്ളത് ഒന്നുകൂടി പറയാം. ഈ സാധാരണഗതിയിൽ ക്യൂ ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ 7 മണിക്കും ഒരു തണുപ്പൻ മട്ടാണ് ഇപ്പോൾ കാണുന്നത്, പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 3.25 കോടി ജനങ്ങൾ ബീഹാറിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 122 മണ്ഡലങ്ങളിൽ അടുത്ത ഘട്ടത്തിലാണ്, 2ാം ഘട്ടത്തിൽ 11-ാം തീയതിയാണ് ജനവിധി എഴുതുന്നത്. 14-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അതിൽ തേജസ്വി യാദവും സാമ്രാട്ട് ചൌധരി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇന്ന് വോട്ട് തേടുന്നുണ്ട്. 1000-ലധികം സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ വോട്ട് തേടുന്നത്. മറ്റാരൊക്കെയാണ് ഈ പട്ടികയിലെ പ്രമുഖർ? ഞാൻ പറഞ്ഞു, തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ്, നാടോടി ഗായിക മൈഥിലി ഠാക്കൂർ, 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. അതിലൊന്ന് സാമ്രാട്ട് ചൌധരിയാണ്, 2 വിജയ് കുമാർ സിൻഹ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, സ്റ്റാർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു ഘട്ടമാണ് ആദ്യഘട്ടം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മഹാസഖ്യത്തിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു ഈ 121 സീറ്റുകളിൽ. അത് ആവർത്തിക്കാനുള്ള ശ്രമമാണ് മഹാസഖ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. ആദ്യഘട്ടത്തിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാൻ NDAയുടെ ഭാഗത്തു നിന്നും ഈ പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ക്യാമ്പ് ചെയ്ത് ഈ 1ാം ഘട്ട മണ്ഡലങ്ങളിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ഇതൊക്കെ ഫലം കാണുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, അതിൽ പാലോടും സംഘവും എന്തായാലും ബീഹാറിൽ തുടരുകയാണ്. വോട്ടെടുപ്പിന്റെ ഓരോ സമഗ്രമായ വാർത്തകളും വരും മണിക്കൂറിൽ കൂടി റിപ്പോർട്ട് ചെയ്യും. അതിൽ പാലോടാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.